ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 78 സങ്കീർത്തനം അതിൻ്റെ 68 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അവൻ യെഹൂദാ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തെരഞ്ഞെടുത്തു. താൻ സദാകാലത്തേക്കും സ്ഥാപിച്ചിരുന്ന ഭൂമിയെപ്പോലെയും സ്വർഗോന്നതികളെപ്പോലെയും അവൻ തൻ്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു. അവൻ തൻ്റെ ദാസനായ ദാവീദിനെ തെരഞ്ഞെടുത്തു. ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി. തൻ്റെ ജനമായ യാക്കോബിനെയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെയും മേയ്ക്കേണ്ടതിന് അവൻ അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. 78 സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം നടത്തുന്ന വിധത്തെക്കുറിച്ച് നമ്മളവിടെ കേൾപ്പിക്കുക. അവൻ യെഹൂദാ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു എന്നാണ് വചനം. നമ്മൾ തൊട്ടു മുമ്പുള്ള വചനഭാഗങ്ങളെ 68 നമ്മൾ നോക്കിയാൽ, ആകയാൽ അവൻ ശീലോവിലെ തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടച്ചിരുന്ന കൂടാരവും ഉപേക്ഷിച്ചു എന്നാണ് വചനം. എന്നാൽ 68 വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ യെഹൂദാ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു എന്ന വചനം. തിരഞ്ഞെടുപ്പിൻ്റെ ഒരു നാളും കൂടിയാണ് ദൈവമക്കളെ. വിശ്വസിക്കുന്നവർ ദൈവമഹത്വം കാണുക തന്നെ ചെയ്യും. താൻ സദാകാലത്തേക്ക് സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെപ്പോലെയും സ്വർഗോന്നതികളെപ്പോലെയും അവൻ തൻ്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു. അപ്പോൾ ദൈവാലയത്തിൻ്റെ പണികൾ നടക്കുന്ന സമയം അടുത്തു വരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ തൻ്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു. ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി. ദാവീദിനെ കണ്ടെത്തിയത് ഒരു അത്ഭുതമേറിയ കാഴ്ചപ്പാട് തന്നെയായിരുന്നല്ലോ ദൈവമക്കളെ. ആടുകളെ കൈമിടുക്കോടെ നടത്തുവാൻ, പരിപാലിക്കാൻ കഴിവുള്ള, ആടുകളുമായിട്ടുള്ള ബന്ധമുള്ള, ആടുകളെ സ്നേഹിക്കുന്ന നല്ലൊരു ഇടയൻ, ആ ഉത്തരവാദിത്തങ്ങളിൽ മുഴുകി നിൽക്കുന്ന ഒരു നല്ല ഇടയനെ തിരഞ്ഞെടുത്തതുപോലെ തന്നെ ദൈവമക്കളെ, തിരഞ്ഞെടുപ്പിൻ്റെ നാളാണ് അടുത്തു വരുന്നത്. കർത്താവിന് വേണ്ടവർ, കർത്താവിന് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് ആമേൻ എൻ്റെ കർത്താവിൻ്റെ വലംകരം നീട്ടി തൊട്ടനുഗ്രഹിച്ച് കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന അനുഭവങ്ങൾ, അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നമുക്കിനിയും കേൾക്കുവാനുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് ദാനമായി തരികയാണ്. ആമേ സ്തോത്രം. ദൈവമക്കളെ, തെരഞ്ഞെടുപ്പിൻ്റെ ഈ നാളുകളിൽ സ്വർഗത്തിലെ ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ അനേകരെ കർത്താവ് അത്ഭുതകരമായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ, ജാതികളിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ, സ്തോത്ര ഹല്ലേലൂയ, പുരോഹിത വർഗത്തെ തന്നെ തിരഞ്ഞെടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ നാളുകൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. താൻ ഒരു സുവിശേഷ വേലക്കാരനാകും, അല്ലെങ്കിൽ സുവിശേഷ വേലക്കാരിയാകും. അതേ ദൈവമക്കളെ, പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് ദൈവം തമ്പുരാൻ്റെ വലിയൊരു തിരഞ്ഞെടുപ്പും അതിലൂടെ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃസേവ അനേകർ കർത്താവിന് വേണ്ടി ചെയ്യുവാനുള്ള നാളുകളും കർത്താവ് ഒരുക്കിയിരിക്കുന്നു. ആ വലിയൊരു തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. ആ തിരഞ്ഞെടുപ്പിൽ കർത്താവിന് വേണ്ടി നല്ല സാക്ഷിയായി തീരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് ഒരുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് 71 വാക്യം പറയുന്നത്, തൻ്റെ ജനമായ യാക്കോബിനെയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെയും മേയ്ക്കേണ്ടതിന് അവൻ അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്ന്. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി എന്നാണ് വചനം. അവൻ അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നത്. തള്ളയാടുകളെ നോക്കുന്ന മനോഹരമായ മനസ്സലിവും സ്നേഹവും വാത്സല്യവും ബഹുമാനവും ഒത്തുചേർന്നതിനെ തന്നെ ആമേൻ തിരഞ്ഞെടുത്തതുപോലെ തന്നെ അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു എന്ന വചനം. അത് കൈമിടുക്കോടെ അവരെ നടത്തി. ദൈവത്തിന് പ്രസാദമേറിയവരുടെ ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നാളാണ് ഇനിയുള്ള നാളുകൾ. അത്ഭുതമേറിയ സാക്ഷിക്കായി കർത്താവ് അനേകരെ തൊട്ടു നടത്തുന്ന നമുക്ക് അതിശയമായ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മാധ്യമങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. ദൈവമക്കളെ, അത്ര മഹത്വത്തോടെ ദൈവത്തിൻ്റെ വേലയ്ക്ക് അനേകരെ തിരഞ്ഞെടുക്കുന്ന ഈ മനോഹരമായ ദിവസം അടുത്തു വരികയാൽ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, അത്ഭുതവും അതിശയമായിട്ട് കർത്താവെ, അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഇനിയും ഞങ്ങൾക്ക് എല്ലാവർക്കുമായി ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ,
യേശുവേ സ്തോത്രം. ദൈവമേ, ചെയ്യുന്ന ശുശ്രൂഷ ദൈവത്തിന് പ്രസാദകരമാകുന്ന ശുശ്രൂഷ ചെയ്യേണ്ടതിന് കർത്താവെ, അവിടുന്ന് വിശ്വസിക്കുന്ന മക്കളെ ദൈവം ഒരുക്കി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ആ തെരഞ്ഞെടുപ്പിൻ്റെ നടുവിൽ കർത്താവെ, വിശ്വസിക്കുന്ന മക്കൾക്ക് അത്ഭുതത്തിൻ്റെ സാക്ഷ്യം പറയാൻ കർത്താവ് ഒന്ന് ഒരുക്കിയിട്ടുള്ളത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ദൈവത്തിൻ്റെ വീര്യ പ്രവൃത്തികൾ കാണുവാൻ, കർത്താവിൻ്റെ മനസ്സലിവ് കേൾക്കുവാൻ, അനുഭവിക്കുവാൻ അനേകം മക്കൾക്ക് കർത്താവെ എവിടെയും സാക്ഷ്യപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന അത്ഭുതമേറിയ സാക്ഷികളെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവിടുത്തെ കരങ്ങൾക്ക് കീഴിൽ അടിയങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവെ. സകല മഹത്വം പുകഴ്ചയും അങ്ങെടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. സ്തോത്രം.